CPM അക്ഷരാർത്ഥത്തിൽ പ്രതിരോധത്തിലായിരിക്കുകയാണ്. സംസ്ഥാന സർക്കാരിന് ആഭ്യന്തര വകുപ്പ് തന്നെ ചോദ്യങ്ങൾ ഉയർത്തുമോ? പോലീസ് റിപ്പോർട്ട് CPMന് കൊടുക്കുമോ? കോഴിക്കോട് ഉന്നത CPM നേതാക്കൾക്ക് റിയൽ എസ്റ്റേറ്റ് മാഫിയയുമായി സാമ്പത്തിക ബന്ധമെന്നുള്ള പോലീസ് റിപ്പോർട്ട് ചർച്ചയാവുകയാണ്. കോഴിക്കോട് ജില്ലയിലെ 2 ഉന്നത CPM നേതാക്കൾക്ക് റിയൽ എസ്റ്റേറ്റ് മാഫിയയുമായി വഴിവിട്ട സാമ്പത്തിക ഇടപാടുകളുണ്ടെന്ന് രഹസ്യ അന്വേഷണ വിഭാഗം റിപ്പോർട്ട്. 11 മാസം മുൻപ് ആഭ്യന്തര വകുപ്പിന് നൽകിയ റിപ്പോർട്ടിലാണ് നഗരത്തിൽ താമസിക്കുന്ന നാദാപുരം പാറക്കടവ് സ്വദേശിയായ റിയൽ എസ്റ്റേറ്റ് വ്യാപാരിക്ക് ജില്ലയിലെ 2 ഉന്നത CPM നേതാക്കളുമായി അടുത്ത ബന്ധമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടുന്നത്. കോഴിക്കോട് ജില്ലയിലെ ചില നേതാക്കളെക്കുറിച്ച് അന്വേഷണം നടത്താനായിരുന്നു പോലീസ് ആസ്ഥാനത്ത് നിന്നുള്ള നിർദ്ദേശം. കോഴിക്കോട്ടെ വിവാദമായ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് കേസിൽ ഉൾപ്പെട്ട ബേപ്പൂർ സ്വദേശിയെ അതിൽ നിന്നും ഒഴിവാക്കാൻ ഈ റിയൽ എസ്റ്റേറ്റ് വ്യാപാരി ശ്രമിച്ചിരുന്നു. ജില്ലയിലെ ഉന്നത CPM CITU നേതാവിന് പുതിയ വാഹനം വാങ്ങാനുള്ള ബുക്കിംഗ് തുകയായി 7 ലക്ഷം രൂപ നൽകിയത് ഈ റിയൽ എസ്റ്റേറ്റ് വ്യാപാരിയാണെന്നും പോലീസ് റിപ്പോർട്ടിലുണ്ട്. നഗരത്തിലെ വൻകിട സൂപ്പർ മാർക്കറ്റിലെ തൊഴിൽ തർക്കം പരിഹരിക്കാൻ 15 ലക്ഷം രൂപയും മാവൂർ റോഡിലെ ഹോട്ടലിലെ പാർക്കിംഗ് പ്രശ്നം ഒത്തുതീർപ്പാക്കുന്നതിനായി 7 ലക്ഷം രൂപയും ഈ 2 നേതാക്കൾ കൈപ്പറ്റിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു. റിയൽ എസ്റ്റേറ്റ് വ്യാപാരിയുമായി ഇവർക്കുള്ള അടുത്ത ബന്ധം തെളിയിക്കാൻ കോൾ ഡീറ്റെയിൽ റെക്കോർഡ് റിപ്പോർട്ടിനൊപ്പം നൽകി. സംയോജിത ശിശു വികസന പദ്ധതിയുടെ ഭാഗമായി അംഗൻവാടി മുഖേന നടപ്പാക്കുന്ന പോഷകാഹാര പദ്ധതിക്കുള്ള ഭക്ഷ്യവസ്തുക്കൾ മാവേലി സ്റ്റോർ, ലാഭ മാർക്കറ്റ് എന്നിവയിൽ നിന്ന് വാങ്ങാൻ പാടുള്ളൂ എന്നായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന സർക്കാരിന്റെ തീരുമാനം. ഈ ഉത്തരവ് ഭേദഗതി ചെയ്ത് സഹകരണ സംഘങ്ങൾ, ബാങ്കുകൾ, നീതി സ്റ്റോറുകൾ എന്നിവയുടെ കീഴിലുള്ള സ്റ്റോറുകൾ, ഫിഷറീസ് വകുപ്പിന്റെ തീരമൈത്രി സ്റ്റോറുകൾ തുടങ്ങിയവയിൽ നിന്ന് ഭക്ഷ്യവസ്തുക്കൾ വാങ്ങാമെന്ന് തീരുമാനിച്ചതിന് പിന്നിലും അഴിമതി ലക്ഷ്യമിട്ടുള്ള നേതാക്കളുടെ ഇടപെടലുണ്ട് എന്ന് പോലീസ് റിപ്പോർട്ടിലുണ്ട്. കൊയിലാണ്ടിയിൽ നിന്നുള്ള CPM നേതാവും അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിൽ കോഴിക്കോട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സഹകരണ സ്ഥാപനവും സാമൂഹ്യനീതി വകുപ്പിന്റെ ഉത്തരവ് ഭേദഗതിക്കായി ഇവർക്കൊപ്പം ചുക്കാൻ പിടിച്ചെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹായധനത്തോടെ നടത്തുന്ന കോടിക്കണക്കിന് രൂപയുടെ ഭക്ഷ്യധാന്യങ്ങളുടെ വിതരണ അവകാശമാണ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷനെ മറികടന്ന് ഇതുവഴി ഇവരുടെ നിയന്ത്രണത്തിലുള്ള സ്ഥാപനങ്ങൾ സ്വന്തമാക്കിയതെന്ന് രഹസ്യ അന്വേഷണ വിഭാഗം റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. PSC ബോർഡ് അംഗത്വം വാഗ്ദാനം ചെയ്ത് കോഴ വാങ്ങിയെന്ന ആരോപണത്തിൽ പാർട്ടി കോഴിക്കോട് ജില്ലാ നേതൃത്വം പെട്ടിരിക്കുന്ന സമയത്താണ് പുതിയ ചർച്ചകൾ. ഏതായാലും PSC ബോർഡ് അംഗത്വം വാഗ്ദാനം ചെയ്ത് കോഴ വാങ്ങിയെന്ന ആരോപണത്തിൽ പാർട്ടി കോഴിക്കോട് ജില്ലാ നേതൃത്വത്തോട് CPM സംസ്ഥാന നേതൃത്വം വിശദീകരണം തേടി. പരാതി ജില്ലാ നേതൃത്വം ഗൗരവമായി എടുത്തില്ല എന്ന വിലയിരുത്തലാണ് സംസ്ഥാന നേതൃത്വത്തിനുള്ളത്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ മന്ത്രി തന്നെ പരാതിപ്പെട്ടിട്ടും ജില്ലാ നേതൃത്വം വേണ്ട ഗൗരവം പരാതിക്ക് നൽകിയില്ലെന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. CPM ഏരിയ തലത്തിൽ പ്രവർത്തിക്കുന്ന പ്രമോദ് കോട്ടുളിയാണ് ആരോപണ വിധേയനായിട്ടുള്ള നേതാവ്. മന്ത്രി മുഹമ്മദ് റിയാസിലൂടെ PSC അംഗത്വം ശരിയാക്കാമെന്നായിരുന്നു വാഗ്ദാനം. 60 ലക്ഷം രൂപയാണ് ആവശ്യപ്പെട്ടതെന്നും ആദ്യ ഗഡുവായി 22 ലക്ഷം രൂപ നൽകിയെന്നും ആയുർവേദ ഡോക്ടറുടെ പരാതിയിൽ പറയുന്നു. അതേസമയം നിയമസഭയിൽ ആരോപണത്തെ പൂർണ്ണമായും തള്ളാതെയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മറുപടി. PSC ഭരണഘടനാ തത്വങ്ങൾക്ക് അനുസരിച്ച് വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ഏജൻസിയാണെന്നും അതിലെ അംഗങ്ങളെ റിക്രൂട്ട് ചെയ്യുന്നതിലും പ്രവർത്തനങ്ങളിലും അഴിമതി നടന്നിട്ടില്ല എന്നുമാണ് പിണറായി വിജയൻ പറഞ്ഞത്. ആരോപണങ്ങളിൽ അന്വേഷണം നടത്തുമെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതേസമയം പ്രമോദ് കോട്ടുളിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പരാതിയൊന്നും ലഭിച്ചിട്ടില്ല എന്നാണ് ജില്ലാ സെക്രട്ടറി P. മോഹനൻ പറഞ്ഞത്. എല്ലാം മാധ്യമ സൃഷ്ടിയാണെന്നാണ് വാദം.